ഹായ് ഡോക്ടേഴ്സ്, ഞാൻ ഡോക്ടർ മുസവർ. ഇന്ന് നമ്മളൊരു ഇംപ്ലാന്റ് കേസ് ഡിസ്കഷനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ ഓൾറെഡി പേഷ്യൻറ്റിൻ്റെ CBCT നമ്മുടെ കയ്യിലുണ്ട്. എപ്പോഴും ഇംപ്ലാന്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് CBCT ആയിരിക്കും നന്നാവുക. എവിടേക്കാണ് ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇതിലിപ്പോൾ നമുക്ക് 2 ഇംപ്ലാന്റ് ആണല്ലോ പ്ലാൻ ചെയ്യുന്നത്. ഒരു റേഡിയോഗ്രാഫിക് ഇമേജ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് കുറച്ച് കൂടുതൽ ഗ്യാപ്പ് കാണുന്നുണ്ട്. പക്ഷേ അത് നമുക്ക് ക്ലിനിക്കലി നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ, കൺഫേം ചെയ്യാൻ. ഈ ഒരു കേസിൽ ഒന്നിലെ നമുക്ക് ഈ ഒരു ഏരിയയിൽ ഒരു ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ ഒന്നിലെ ഇന്റർഡെന്റലി കുറച്ച് ബോണ്ട് ആയതുകൊണ്ട് ഈ ഒരു ഏരിയയിലും പ്ലേസ് ചെയ്യാം. ആ സോക്കറ്റിലാണോ അതോ ബോണിലാണോ ഇംപ്ലാന്റ് പ്ലേസ് ചെയ്യുന്നത്? ഇവിടെ ഇപ്പം നമ്മൾ ഇമ്മീഡിയറ്റ് പ്ലേസ്മെന്റ് ആണ്, അതായത് ഇമ്മീഡിയറ്റ് എക്സ്ട്രാക്ഷൻ വിത്ത് ഇമ്മീഡിയറ്റ് പ്ലേസ്മെന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇമ്മീഡിയറ്റ് ലോഡിംഗ് അല്ല. ഇമ്മീഡിയറ്റ് ലോഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇംപ്ലാന്റ് വെച്ചതിന് ശേഷം ഉടനെ അതിൻ്റെ മേലെ ക്രൗണും കൂടി വെക്കുന്നതിനാണ് ഇമ്മീഡിയറ്റ് ലോഡിംഗ് എന്ന് പറയുന്നത്. സോ ഇതിൽ നമ്മൾ ഇമ്മീഡിയറ്റ് പ്ലേസ്മെന്റ് വെക്കുന്നുള്ളൂ. ക്രൗൺസ് നമ്മൾ ആഫ്റ്റർ 6 മന്തോ 3 മന്തോ ആയിരിക്കും വെക്കുക. സോ സോക്കറ്റിലാണോ അല്ലേ എന്നുള്ളത് നമുക്ക് ഡീപ്പായിട്ട് നോക്കാം. ഒന്ന് നമുക്ക് ഈ CBCTയിൽ മെഷർമെന്റ് എടുക്കാം. സോ ഇത് നമുക്ക് ഈ ഇന്റർഡെന്റലി ആണല്ലോ, ഈ ഒരു ടൂത്തിന്റെ ഈ നമ്മുടെ റൂട്ട് സ്റ്റെമിന്റെ ഗ്യാപ്പിൽ എത്ര സ്പേസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് മെഷർ ചെയ്യാം. ഒന്ന് ബോണിന്റെ വിഡ്ത്ത് നമുക്കിവിടെ ഏകദേശം 6.8 ഉണ്ട്. അതുപോലെ തന്നെ കനാലിന്റെ സുപ്പീരിയർ ബോർഡർ, ഇതിപ്പോൾ ഇൻഫീരിയർ ആൽവിയോളർ നെർവിന്റെ സുപ്പീരിയർ ബോർഡറിൽ നിന്നൊരു 13 mm ഉണ്ട്. സോ നോർമലി നമ്മൾ ഒരു അനാറ്റമിക്കൽ ലാൻഡ്മാർക്സിൽ നിന്ന് 2 mm സേഫ് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് എടുക്കുക. സോ നമുക്കൊരു 10 mm 11 mm വരെ എന്ത് ചെയ്യാം, ഈ ഒരു കേസിൽ നമുക്ക് ഇംപ്ലാന്റ് സെലക്ട് ചെയ്യാം. സോ ഈ ഒരു ഏരിയയിൽ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു 3.75 × 10 അല്ലെങ്കിൽ 11.5 ഒരു ഇംപ്ലാന്റ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മൾ 2 ഇംപ്ലാന്റ് വിത്ത് 3 crowns ആയിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുക. സോ ഈ ഒരു ഇന്നഡെന്റലി നമ്മൾ പോകുന്ന സമയത്ത് ഇവിടുത്തെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മെഷർ ചെയ്താൽ 8 mm ബോൺ വിഡ്ത്ത് ഉണ്ട്. അതുപോലെ ഒരു 11.8 mm നമുക്ക് ലെങ്ത് കാണുന്നുണ്ട്. സോ ഈ കേസിൽ നമുക്ക് വേണമെങ്കിൽ മോളാർ ആണല്ലോ ഇവിടെ, അപ്പോൾ കുറച്ച് വലിയ ഇംപ്ലാന്റ്സ് ഒരു 4.2 എടുക്കാം. അപ്പോൾ ഒരു 4.2 വിഡ്ത്തിൽ ലെങ്ത് വന്നിട്ട് ഒരു 10 എടുക്കാം. അപ്പോൾ എപ്പോഴും ആ ഒരു ഡിസ്റ്റൻസ് ആണ് ഇതിൽ നന്നാവുക. നമുക്ക് എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് പാർട്സ് ഇതിലുണ്ടോ? ഇതിലിപ്പോൾ നമുക്ക് കോംപ്ലിക്കേഷൻ ഉള്ളത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഈ മെന്റൽ ഫൊറാമിന്, അതുപോലെ തന്നെ ഇതിപ്പോൾ ക്ലിനിക്കലി ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാം. ബട്ട് ഇവിടെ ഒരു പ്രശ്നം നമുക്ക് കാണാൻ ഉള്ളത് എന്താ വെച്ചാൽ ഈ ഒരു ഏരിയയിൽ ബോണിൻ്റെ ലെങ്ത് കുറവാണ്. ഇവിടെ ഇപ്പം നമുക്ക് ഇപ്പോൾ സോക്കറ്റിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 9 mm ഉള്ളൂ, മനസ്സിലായോ? അതായത് ഈ 5ന്റെ സോക്കറ്റിൽ ഇടുകയാണെങ്കിൽ നമുക്ക് 9 mm ആണ് ടു ദ സുപ്പീരിയർ ബോർഡിലേക്കുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് 2 മൈനസ് ചെയ്താൽ തന്നെ 7 mm ആയി. അപ്പോൾ ഇവിടെ ഒരു 10 mm 11 mm ഇംപ്ലാന്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഡേഞ്ചർ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് ഇവിടെ ചെറിയൊരു ബൈപ്പാസിങ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ട്രൈ ചെയ്യാം. അതായത് ഇവിടെ ഇപ്പോൾ ലിംഗ്വലാണല്ലോ, അപ്പോൾ ഇവിടെ വിഡ്ത്ത് ഓക്കെ 3.75, ലെങ്ത്തിൽ നമുക്ക് ഇവിടെ ഈ ഒരു ഗ്യാപ്പിൽ പോകണമെങ്കിൽ എത്ര mm വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇടാൻ പറ്റും. അപ്പോൾ എപ്പോഴും ലെങ്ത് കൂട്ടാൻ പറ്റി കഴിഞ്ഞാൽ ഇംപ്ലാന്റ് സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും, കൂടുന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ, ഇൻ കേസ് നമുക്ക് ഈ ഗ്യാപ്പിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് സോക്കറ്റിലൂടെ പോയിട്ട് എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു ലെങ്ത് അച്ചീവ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ഒരു നെർവ് ഉണ്ടായതുകൊണ്ടും ഇവിടെ ചെറിയൊരു കോംപ്ലിക്കേഷൻ ഇതിലുണ്ട്. പോസ്റ്റീരിയറിൽ നമുക്ക് കൂടുതൽ ലെങ്ത്തിലേക്ക് പോകാൻ പറ്റില്ല. ഇൻ കേസ് നമ്മൾ സോക്കറ്റിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം കിട്ടുന്ന ലെങ്ത്ത് 10 mm ആയിരിക്കും നമുക്കിവിടെ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ലിംഗുകളിലേക്ക് പോകുന്ന സമയത്ത് നല്ല കുറവാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ഇതിൽ ഈ ഒരു കേസിൽ നമുക്ക് കോംപ്ലിക്കേഷൻ ഉള്ളത്. പേഷ്യൻറ്റിന് 49 ഏജ് ആണ്, ചെറിയ രീതിയിൽ ഡയബറ്റിക് ആണ്, വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഈ കേസിലില്ല. അപ്പോൾ ഏതായാലും ഇതാണ് നമ്മുടെ ഇന്നത്തെ കേസ്. സോ ഈ കേസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം, എങ്ങനെയായിരുന്നു നമ്മൾ പ്ലേസ്മെന്റ് എന്നുള്ളത്. ഇംപ്ലാന്റ്സിൽ എപ്പോഴും ഉണ്ടാവുന്ന ഒരു കാര്യം, നമ്മൾ എന്ത് പ്ലാൻ ചെയ്തോ അത് കംപ്ലീറ്റ് അതുപോലെ നടക്കണമെന്നില്ല. കാരണം ഇതൊരു സർജിക്കൽ പ്രൊസീജിയറാണ്, പേഷ്യൻ്റ് ആസ്പിരൻ്റ് ആണ്. അപ്പോൾ 2 days മെഡിസിൻ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സോ അങ്ങനെ കുറച്ച് സർജിക്കൽ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. സോ എന്തായാലും ഒരു പോസ്റ്റ് ഓപ്പറേറ്റീവിന് ശേഷം നമുക്ക് ഇംപ്ലാന്റ് പ്ലേസ്മെൻറ്റിനെ കുറിച്ചും അതുപോലെ എന്തൊക്കെയാണ് നമുക്ക് റിയൽ ലൈഫിൽ ചെയ്യാൻ പറ്റിയെന്നുള്ള ഡിസ്കഷൻ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യാം. താങ്ക് യു സോ മച്ച്. സോ ഇങ്ങനത്തെ വീഡിയോസ് നിങ്ങൾ ചാനൽ ഫോളോ ചെയ്യുക. ഞാൻ ഡോക്ടർ മുസവർ ഫ്രം ഡെന്റൽ CO കേരള.